നിങ്ങൾക്കെല്ലാവർക്കും ഫിസിക്സ് ആൻഡ് മാത്സ് ക്ലാസ് റൂം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിവിടെ +1 എക്സാമിന് വേണ്ടി വളരെ ആവശ്യമായ കുറച്ച് കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യനും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഷുവറായിട്ട് ഈ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. അപ്പം കൃത്യമായി ഇതൊന്ന് ചെയ്യുക, ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നോക്കുന്ന ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ. നമ്മുടെ 5th ചാപ്റ്റർ ലോസ് ഓഫ് മോഷനാണ്. ലോസ് ഓഫ് മോഷൻ നമ്മുടെ ഫോക്കസ് പോയിൻ്റായിട്ട് കാണിച്ചിരിക്കുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഉണ്ട്, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻ്റം ഉണ്ട്, ഫ്രിക്ഷൻ എന്ന് പറയുന്ന വലിയൊരു ടോപ്പിക്കുണ്ട്, സർക്കുലർ മോഷൻ ഉണ്ട്. കഴിഞ്ഞ മോഡൽ എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്നും ഏകദേശം 18 മാർക്കിന് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പം 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ 18 മാർക്കിന് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ഫിസിക്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ഒരു ചാപ്റ്റർ ഇതാണ് കേട്ടോ. ഏകദേശം 18 മാർക്കുണ്ട്. അപ്പോൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഈ ചാപ്റ്റർ ഒന്ന് നോക്കിയിട്ട് പോവുക. ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് പറഞ്ഞാൽ the rate of change of momentum is directly proportional to applied force. എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം, ഒരു യൂണിറ്റ് ടൈമിൽ മൊമെൻറ്റത്തിന് സംഭവിച്ച ചേഞ്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് ആൻഡ് ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ആ ഡയറക്ഷൻ കൊണ്ടായിരിക്കും, ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും. മാത്തമാറ്റിക്കലി ഇങ്ങനെ പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടൈം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഡി പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം, ഡി ടി എന്ന് പറഞ്ഞാൽ റേറ്റ് കേട്ടോ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സിൻ്റെ ഡയറക്ഷനിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇതിൽ നിന്ന് ഓർക്കേണ്ട കാര്യം ന്യൂട്ടൺ സെക്കൻഡ് ലോ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓർക്കണല്ലോ, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. സെക്കൻഡ്, ഇതിൻ്റെ മാത്തമാറ്റിക്കൽ പ്രൂഫ്. സെക്കൻഡ് ലോയുടെ മാത്തമാറ്റിക്കൽ പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഇതാട്ടോ, ഡി പി ബൈ ഡി ടി പ്രൊപ്പോർഷണൽ ടു എഫ് ഓർ ഡി പി ബൈ ഡി ടി പ്രൊപ്പോർഷണൽ സൈൻ മാറ്റി ഈക്വൽ സൈൻ ആക്കുമ്പോൾ ഒരു കോൺസ്റ്റന്റ് എടുക്കണം, കെ ഇൻറ്റു എഫ്. പക്ഷേ നമ്മുടെ എളുപ്പത്തിന് വേണ്ടി കെ നമ്മൾ എന്തായിട്ട് എടുക്കും, കോൺസ്റ്റന്റ് കെയുടെ വാല്യൂ 1 ആയിട്ട് എടുക്കും. ഓർ ഡി പി ബൈ ഡി ടി സീക്വൽ ടു എഫ്. ദിസ് ഈസ് ദ മാത്തമാറ്റിക്കൽ ഫോം ഓഫ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ കേട്ടോ. സെക്കൻഡ് ലോയുടെ മാത്തമാറ്റിക്കൽ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫ് സീക്വൽ ടു ഡി പി ബൈ ഡി ടി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തോണം. അപ്പം ഇതിനകത്ത് വേണമെങ്കിൽ ഒരു കാര്യം നമുക്കൊന്ന് പഠിച്ചു വെച്ചോണം, ഡി പി ബൈ ടി. എന്താണ് പി കേട്ടോ, എന്താണ് പി? പി മീൻസ് മൊമെൻറ്റം കേട്ടോ. പി എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രോഡക്റ്റ് ഓഫ് മാസ് ഇൻറ്റു വെലോസിറ്റി. ജസ്റ്റ് അതുകൂടെ ഓർത്തിരുത്തണം. മൊമെൻറ്റം പി is equal, it is a product of mass into velocity കേട്ടോ. ഇത് ഓർത്തിരുത്തണം. വാട്ട് യു മീൻ ബൈ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ദി മോഷൻ കണ്ടെയ്ൻ ഒരു ഒബ്ജക്റ്റിൽ അടങ്ങിയിരിക്കുന്ന മോഷൻ്റെ അളവ്. ദാറ്റ് ഈസ് പി is equal to മാസ് ഇൻറ്റു വെലോസിറ്റി കേട്ടോ. മാസ് ഇൻറ്റു വെലോസിറ്റി. ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഡയറക്ഷൻ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് വെലോസിറ്റി. വെലോസിറ്റിയുടെ സെയിം ഡയറക്ഷൻ ആയിരിക്കും മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ. യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാസിൻ്റെ കിലോഗ്രാം, വെലോസിറ്റിയുടെ മീറ്റർ പെർ സെക്കൻഡ് കേട്ടോ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇതോടെ ഓർത്തിരുന്നോണം. ഓക്കെ, അപ്പം മാസ് കൂടിക്കഴിഞ്ഞാൽ മൊമെൻറ്റം എന്ത് ചെയ്യും, കൂടും. വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ മൊമെൻറ്റം എന്ത് ചെയ്യും, കൂടും കേട്ടോ. ഒന്ന് ഓർത്തിരുന്നോണം. ഇനി ഇതിൽ നിന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ വാട്ട് ഇസ് ദ ഇക്വേഷൻ ഓഫ് ഫോഴ്സ്? ഫോഴ്സിൻ്റെ ഇക്വേഷൻ കണ്ടത്, അല്ലെ മെഷർമെൻറ്റ് ഓഫ് ഫോഴ്സ് ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന് ചോദിക്കും കേട്ടോ. മെഷർമെൻറ്റ് ഓഫ് ഫോഴ്സ് ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ. അപ്പോൾ ഓർക്കേണ്ട ഇത്രയും കാര്യമുള്ളൂ. ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ വി ഹാവ് എഫ് സീക്വൽ ടു ഡി പി ബൈ ഡി ടി എന്ന് എഴുതുക. ഓക്കെ, പക്ഷെ നമുക്ക് പി എന്താണെന്നറിയാം, പി സീക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി ഇല്ലയോ. അപ്പം എഫ് സീക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് പി യോട് എന്ത് കൊടുക്കണം, മാസ് ഇൻറ്റു വെലോസിറ്റി സീക്വൽ ടു. ഒരു ഡെറിവേഷൻ ചെയ്യുമ്പം കോൺസ്റ്റന്റ് ടേമുകളെ വെളിയിലിടണം. ആ ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് എന്ത് ചെയ്യത്തില്ല, ചേഞ്ച് ചെയ്യത്തില്ല. അതുകൊണ്ട് മാസ് എന്ത് ചെയ്യുക, വെളിയിലിടുക. മാസ് വെളിയിൽ. ബാക്കി ടേമുകൾ ഏതാ, ഡി ബൈ ഡി ടി ഓഫ് വി. നമുക്കറിയാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഇല്ലയോ, ഡി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. വി ഹാവ് ദ റിലേഷൻ ആക്സിലറേഷൻ കേട്ടോ.
ഇപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു ദാറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ എം ഇൻറ്റു ഡി വി ബൈ ഡി ടി ഇതിനെന്ത് കൊടുക്കാം ആക്സിലറേഷൻ കേട്ടോ എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ ദിസ് ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് ഫോഴ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡെറിവേഷൻ കേട്ടോ ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ നിന്ന് എഫ് ഇസ് ഈക്വൽ ടു എം എ ഡിറൈവ് ചെയ്യാൻ ഭംഗിയായിട്ട് പഠിച്ചു വെച്ചോണം ഒന്നുമില്ല എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി പി എന്ന് പറഞ്ഞാൽ എം വി ആണ് അപ്പം ഈ പിയുടെ എം വി എന്നിട്ടു പക്ഷേ ഇവിടെ മാസ് എന്താ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് വെളിയിലിട്ടു മാസ് പിന്നെ ബാക്കിയുണ്ട് ഡി ബൈ ഡി ടി ഓഫ് വി എന്ന് പറഞ്ഞാൽ എന്താ അത് ആക്സിലറേഷനാണ് അപ്പോൾ അതുകൊണ്ട് എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് നമുക്ക് എന്ത് ചെയ്യാം എഴുതാൻ പറ്റും അടുത്ത പാർട്സ് യൂണിറ്റ് ഓഫ് ഫോഴ്സ് യൂണിറ്റ് ഓഫ് ഫോഴ്സ് എഫ് എന്നുള്ളതിൻ്റെ ഇതുണ്ട് മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആക്സിലറേഷൻ യൂണിറ്റ് മീറ്റർ ഡിവൈഡ് ബൈ സെക്കൻഡ് സ്ക്വയർ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇതിനെ വിളിക്കുന്ന പേരാണ് ന്യൂട്ടൺ കേട്ടോ ന്യൂട്ടൺ അപ്പോൾ യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂട്ടൺ ആർക്ക് ഈക്വല കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അപ്പോൾ നിങ്ങളോട് ചോദിക്കുക ഡിഫൈൻ 1 ന്യൂട്ടൺ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ 1 ന്യൂട്ടണിലെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞേ അപ്പോൾ 1 കിലോഗ്രാം 1 മീറ്റർ പെർ സെക്കൻഡ് അപ്പോൾ ഒരു ബോഡിയുടെ മാസ് 1 കിലോഗ്രാം ഈ ബോഡിയിൽ ഒരു ഫോഴ്സ് കൊടുത്തപ്പോൾ ഇതിന് സംഭവിച്ച ആക്സിലറേഷൻ എത്ര ആയിരിക്കണം 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കണം അപ്പോൾ 1 ന്യൂട്ടൺ ഈസ് ഡിഫൈൻഡ് ആസ് എ ഫോഴ്സ് 1 ന്യൂട്ടൺ ഈസ് ഡിഫൈൻഡ് ആസ് എ ഫോഴ്സ് which produces an acceleration of 1 meter per second square on a body of mass 1 kilogram. 1 കിലോഗ്രാം മാസ് ഉള്ളൊരു ബോഡിയിൽ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ സംഭവിപ്പിക്കാൻ കഴിയുന്ന ഫോഴ്സാണ് ഏതാ 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് കേട്ടോ 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് അത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരുന്നോണം ഓക്കെ അപ്പോൾ ഇവിടെ വേറൊരു കാര്യം ഓർത്തോണം 1 ന്യൂട്ടൺ ഇസ് ഈക്വൽ ടു അപ്പോൾ ന്യൂട്ടൺ ഏതിന് ഈക്വല ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ എസ് ഐ യൂണിറ്റ് ആണ് അപ്പോൾ സി ജി എസ് യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൈൻ ആണ് സി ജി എസ് യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൈൻ ഈസ് ദ സി ജി എസ് യൂണിറ്റ് കേട്ടോ അപ്പോൾ ഇതിനകത്തുനിന്ന് ന്യൂട്ടൺ ഇസ് ഈക്വൽ ടു കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിലോഗ്രാം ആകുമ്പോൾ 1000 ഗ്രാം മീറ്റർ ആകുമ്പോൾ 100 സെൻറ്റിമീറ്റർ ഡിവൈഡ് ബൈ സെക്കൻഡ് സ്ക്വയർ ഈക്വൽ ടു ഇവിടെ 1000 ഇൻറ്റു ഇത് 100 ഗ്രാം സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എഴുതാം 10⁻1 2 3 4 5 10⁵ ഗ്രാം സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇത് ഡെറിവേഷൻ വേണ്ട നിങ്ങളിത് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി ദെർഫോർ ന്യൂട്ടൺ ഇസ് ഈക്വൽ ടു 10⁵ ഇതിനെ വിളിക്കുന്ന പേരാണ് ഡൈ കേട്ടോ ഡൈ ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 10⁵ ഡൈന് ഈക്വല കേട്ടോ 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 10⁵ ഡൈന് ഈക്വല അതുകൂടെ ഒന്ന് ഓർത്തിരുന്നോണം ഈ ന്യൂട്ടൺ സെക്കൻഡ് ലോയുമായി തന്നെ കൂട്ട് വായിച്ച് പറയേണ്ട ഒരു ടേമാണ് ഇമ്പൾസ് എന്ന് പറയുന്ന ടേം കേട്ടോ ഇമ്പൾസ് വാട്ട് യു മീൻ ബൈ ഇമ്പൾസ് ഈസ് ദ ടോട്ടൽ എഫക്റ്റ് ഓഫ് എ ബോഡി കേട്ടോ ഓഫ് എപ്പോഴാ ഒരു ലാർജ് ഫോഴ്സ് ഒരു സ്മാൾ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഉണ്ടാക്കുന്ന എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഇമ്പൾസ് കേട്ടോ ഇമ്പൾസ് അപ്പോൾ നമുക്ക് പറയാം ഇമ്പൾസ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ലാർജ് ഫോഴ്സ് ആൻഡ് സ്മാൾ ടൈം ഇതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്ന അറിയോ ആ ബോഡിയുടെ മൊമെൻറ്റത്തിന് ചേഞ്ച് ഉണ്ടാകും കേട്ടോ വിച്ച് പ്രൊഡ്യൂസസ് എ ചേഞ്ച് ഇൻ മൊമെൻറ്റം ദിസ് ഈസ് ഇമ്പൾസ് ഓർത്തിരുത്തണം ഇമ്പൾസ് എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ഇൻറ്റു ടൈം അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും മൊമെൻറ്റത്തിന് ചേഞ്ച് ഉണ്ടാകും ഒന്ന് ഓർത്തിരുത്തണം അപ്പം ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം ദിസ് ഈസ് ഇമ്പൾസ് മൊമെൻറ്റം തിയറം പ്രൂവ് ചെയ്യാൻ ചോദിക്കും ഇമ്പൾസ് മൊമെൻറ്റം തിയറം എന്നാണ് ഇത് കേട്ടോ അപ്പോൾ ഒന്നുമില്ല വളരെ സിമ്പിളായിട്ട് പറയുന്നത് വി ഹാവ് റിലേഷൻ ഡി പി ബൈ ഡി ടി ഈക്വൽ ടു എഫ് ഇതെന്താ ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ നമുക്ക് എന്ത് എഴുതാം ഡി പി ബൈ ഡി ടി ഈക്വൽ ടു എഫ് എന്ന് എഴുതാം ഓർ ഡി പി ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി ടി വാട്ട് ഇസ് ഡി പി ചേഞ്ച് ഇൻ മൊമെൻറ്റം അല്ലയോ ഡി പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു സ്മാൾ ടൈം ദാറ്റ് ഈസ് കാൾഡ് ഇമ്പൾസ് കേട്ടോ ഇമ്പൾസ് ദിസ് ഈസ് ഇമ്പൾസ് മൊമെൻറ്റം തിയറം നിങ്ങളൊന്നും എഴുതണ്ട ഇത്ര എഴുതിയാൽ മതി വി ഹാവ് ദ റിലേഷൻ ഡി പി ബൈ ഡി ടി ഈക്വൽ ടു എഫ് ദെർഫോർ ഡി പി ഈക്വൽ ടു എഫ് ഡി ടി ഡി പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം എഫ് ഡി ടി എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് ദാറ്റ് ഈസ് ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം ദിസ് ഈസ് ഇമ്പൾസ് മൊമെൻറ്റം തിയറം അടുത്ത കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം കണ്ടോ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം നമുക്ക് രണ്ട് രീതിയിൽ പ്രൂവ് ചെയ്യാം ഒന്ന് വാട്ട് യു മീൻ ബൈ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം കോൺസ്റ്റന്റ് ആയിരിക്കും ദാറ്റ് ഈസ് കൺസർവേഷൻ
കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇൻ ദി ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എങ്കിൽ ടോട്ടൽ ലീനിയർ മൊമെൻറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതാണ് ബേസ്ഡ് ഓൺ ന്യൂട്ടൺ സെക്കൻഡ് ലോ. ന്യൂട്ടൺ സെക്കൻഡ് ലോ അനുസരിച്ച് ന്യൂട്ടൺ സെക്കൻഡ് ലോ അനുസരിച്ച് ലോയർ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് എഴുതണമെന്ന് അറിയോ? ഇൻ ദി ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എങ്കിൽ മൊമെൻറ്റം ഈസ് കോൺസ്റ്റൻറ്റ്. ന്യൂട്ടൺസ് തേർഡ് ലോ അനുസരിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് തേർഡ് ലോ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പ്രതീക്ഷിക്കേണ്ട. എങ്കിലും തേർഡ് ലോ അനുസരിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ. ഇടിക്ക് മുമ്പും ഇടിക്ക് ശേഷവും മൊമെൻറ്റം എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ. ദിസ് ഈസ് ഇമ്പൾസ് മൊമെൻറ്റം തിയറം. കേട്ടോ, ഇതാണ് ഇമ്പൾസ് മൊമെൻറ്റം തിയറം. അപ്പം ബേസ്ഡ് ഓൺ ന്യൂട്ടൺ സെക്കൻഡ് ലോ ഇമ്പൾസ് മൊമെൻറ്റം തിയറം പ്രൂവ് ചെയ്യാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. പ്രൂവ് ഇമ്പൾസ് മൊമെൻറ്റം തിയറം ബേസ്ഡ് ഓൺ ന്യൂട്ടൺ സെക്കൻഡ് ലോ. അപ്പോൾ നിങ്ങൾ ഒന്നും എഴുതണ്ട. ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ വി ഹാവ് ദ റിലേഷൻ dp/dt ഈക്വൽ ടു എഫ് അല്ലേ? dp/dt ഈക്വൽ ടു എഫ്. ദിസ് ഈസ് ദ ടോട്ടൽ മൊമെൻറ്റ് ഓഫ് എ സിസ്റ്റം, ടോട്ടൽ ഫോഴ്സ്. ദിസ് ദ ടോട്ടൽ മൊമെൻറ്റ്, ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെൻറ്റ്. ഇഫ് എഫ് ഇസ് ഈക്വൽ ടു 0, ഇതിനകത്ത് എഫ് 0 ആക്കുവാണെങ്കിൽ, എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആക്കുവാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരും? dp/dt ഈക്വൽ ടു 0 ഓർ dp ഈക്വൽ ടു 0 അല്ലയോ? dp ഈക്വൽ ടു dt into 0, that is dp ഈക്വൽ ടു 0. വാട്ട് ഇസ് dp? dp എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം. ചേഞ്ച് ഇൻ മൊമെൻറ്റം is equal to 0. മൊമെൻറ്റത്തിൻ്റെ ചേഞ്ച് 0 എന്ന് പറഞ്ഞാൽ ആദ്യം മൊമെൻറ്റം 4 ആയിരുന്നെങ്കിൽ പിന്നെയും മൊമെൻറ്റം 4 പിന്നെയും മൊമെൻറ്റം 4 പിന്നെയും മൊമെൻറ്റം 4. വാട്ട് ഇസ് ദ ചേഞ്ച്? 0. വാട്ട് ഇസ് ദ ചേഞ്ച്? 0. വാട്ട് ഇസ് ദ ചേഞ്ച്? 0. ദർ ഇസ് നോ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? മൊമെൻറ്റം ഈസ് എ കോൺസ്റ്റന്റ്. കേട്ടോ, മൊമെൻറ്റം ഈസ് എ കോൺസ്റ്റന്റ്. അപ്പം സ്റ്റേറ്റ്മെന്റ് പറയണം, ഇൻ ദി ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ടോട്ടൽ മൊമെൻറ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. ദിസ് ഈസ് ഇമ്പൾസ് മൊമെൻറ്റം തിയറം. ഈ പ്രൂഫ് കൃത്യമായിട്ട് പഠിച്ചോണം. പലപ്പോഴും ചോദിച്ചിട്ടുള്ളത് ന്യൂട്ടൺ സെക്കൻഡ് ലോ അനുസരിച്ച് ലോയർ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പ്രൂവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ആ സാധനം പഠിച്ചു വെച്ചോണം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നോക്കേണ്ടത് ഫ്രിക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക്. ഫ്രിക്ഷൻ. കേട്ടോ, ഫ്രിക്ഷൻ എന്താണ്? ഫ്രിക്ഷൻ ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷനെ തടയുന്ന, ഒപ്പോസ് ചെയ്യുന്ന, സപ്രസ് ചെയ്യുന്ന ഫോഴ്സാണ് ഏതാ? ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ സർഫസിന് പാരലൽ ആയിരിക്കും, അതുകൊണ്ട് വിളിക്കുന്ന സർഫസിന് ടാൻജൻഷ്യൽ ആയിരിക്കും. ടാൻജൻഷ്യൽ എന്ന് പറഞ്ഞാൽ പാരലൽ ഫോഴ്സുകളായിരിക്കും. അതുപോലെ ഡയറക്ഷൻ ഓഫ് മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സുകളായിരിക്കും ഏതാ? ഫ്രിക്ഷൻ. ഡയറക്ഷൻ ഓഫ് മോഷനെ ഒപ്പോസ് ചെയ്യുന്ന, തടയുന്ന ഫോഴ്സുകളായിരിക്കും ഏതാ? ഫ്രിക്ഷണൽ ഫോഴ്സ്. ഈ രണ്ട് കാര്യങ്ങളുടെ ഫ്രിക്ഷനെ കുറിച്ച് ഓർത്ത് എഴുതണം. ഇനി 3 ടൈപ്പ് ഫ്രിക്ഷൻ ഉണ്ട്. ഒന്നാമത്തെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. കേട്ടോ, അപ്പം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? റെസ്റ്റിൽ എന്നർത്ഥം. അപ്പോൾ ഓരോ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ 2 ഒബ്ജക്റ്റുകൾ ഇങ്ങനെ ഇരിക്കുക. ഇതിൽ ഈ ഒന്നാമത്തെ ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിന് മേളിൽ മൂവ് ചെയ്യുന്നതിന് മുമ്പേ എന്ന് പറഞ്ഞാൽ സ്ലൈഡോ റോളോ ചെയ്യുന്നതിന് മുമ്പേ എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നില്ല, റെസ്റ്റിലിരിക്കുമ്പോൾ ഇവയ്ക്കിടയ്ക്കിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ 2 ഒബ്ജക്റ്റുകൾ തമ്മിൽ മൂവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ അതായത് എന്ന് പറഞ്ഞാൽ 2 ഒബ്ജക്റ്റുകൾ റെസ്റ്റിലിരിക്കുമ്പോൾ ഇവയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ വാട്ട് ഇസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ? അല്ല, ഈ ഒബ്ജക്റ്റ് കൊണ്ട് ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇതിനിടയ്ക്കുള്ള ഫ്രിക്ഷനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. കേട്ടോ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. മൂന്നാമത്തെ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ 2 ഒബ്ജക്റ്റുകൾ റെസ്റ്റിലായിരിക്കും. ലിമിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഓരോ ഒബ്ജക്റ്റ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നു, ആ സമയത്താണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഒബ്ജക്റ്റ് മൂവ് ചെയ്തു. കേട്ടോ, അപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാട്ട് ആർ ദി ലോസ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെ ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോസ് 4 കാര്യങ്ങളേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഡിപ്പെൻസ് ഓൺ ദി നേച്ചർ ഓഫ് ദി സർഫസ് ഇൻ കോണ്ടാക്ട് ആൻഡ് സ്റ്റേറ്റ് ഓഫ് പോളിഷ്. ഇല്ലയോ? സർഫസിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഫ്രിക്ഷൻ. സ്മൂത്ത് ആണെങ്കിൽ ഫ്രിക്ഷൻ വളരെ കുറവായിരിക്കും, റഫ് സർഫസ് ആണെങ്കിൽ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. ആൻഡ് സ്റ്റേറ്റ് ഓഫ് പോളിഷ്നെസ്, പോളിഷ്ഡ് സർഫസ് ആണെങ്കിൽ കുറയും, പോളിഷ്ഡ് അല്ലെങ്കിൽ എന്താ? ഫ്രിക്ഷൻ കൂടും. ഓക്കെ, രണ്ടാമത്തെ ഇറ്റ് ആസ് ടാൻജൻഷ്യൽ ടു ദി സർഫസ് ഇൻ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു സർഫസ് ആണ്, ഒരു പന്ത് ഇങ്ങോട്ട് മൂവ് ചെയ്യുവാണെങ്കിൽ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും, ഈ സർഫസിന് പാരലായിട്ടായിരിക്കും ഈ ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത്. അതാണ് ഈ ടാൻജൻഷ്യൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സർഫസിന് പാരലായിരിക്കും ആൻഡ്
ഓപ്പോസിറ്റ് ടു ദി ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി ബോഡി. ഓപ്പോസിറ്റ് ടു ദി എന്ന് പറഞ്ഞാൽ ബോഡി ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഫ്രിക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ഓപ്പോസിറ്റ് ടു ദി ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി ബോഡി. മൂന്നാമത്തെ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്. കേട്ടോ, ആ ഏരിയ ഓഫ് കോണ്ടാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നത് സർഫസിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, പക്ഷെ ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അടുത്തെന്താ, ഒരു ഒബ്ജക്റ്റ് നോക്കി, ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഇരിക്കുക ഇല്ലയോ? ഒബ്ജക്റ്റ് താപ്പോട്ട് കൊടുക്കുന്ന ഫോഴ്സാണ് അതിൻ്റെ വെയിറ്റ്. അപ്പോൾ എർത്ത് മേപ്പോട്ട് കൊടുക്കുന്ന ഫോഴ്സാണ് നോർമൽ റിയാക്ഷൻ ഇല്ലയോ? ബോഡി ഇങ്ങോട്ടാണ് മൂവ് ചെയ്യാൻ തുടങ്ങുന്നതെങ്കിൽ ഫ്രിക്ഷൻ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. കേട്ടോ, ഈ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ നോർമൽ റിയാക്ഷന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ബോഡിയുടെ വെയിറ്റ് കൂടുമ്പോൾ നോർമൽ റിയാക്ഷന് കൂടും. അത് ഇതിനെന്തായിരിക്കും? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ അവിടെ ഒരു ഇക്വേഷൻ ആക്കുമ്പോൾ ഒരു കോൺസ്റ്റന്റ് എടുക്കും, മ്യൂ. ദിസ് ഈസ് കാൾഡ് കോഎഫിഷ്യന്റ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. കേട്ടോ, കോഎഫിഷ്യന്റ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഓർത്തിരുന്നണം. കോഎഫിഷ്യന്റ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, വേറെ മ്യൂ ഇസ് കാൾഡ് കോഎഫിഷ്യന്റ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഇത് ഓർത്തിരുന്നണം. ഇത് വെച്ച് ചിലപ്പോൾ പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുകൂടെ ഒന്ന് ഓർത്തിരുന്നോണം. പിന്നെ ബോഡി മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷനാണ് എന്താ? കൈനറ്റിക് ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷൻ രണ്ട് തരത്തിലുണ്ട്. റോളിംഗ് ഫ്രിക്ഷൻ ഉണ്ട്, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഉണ്ട്. റോളിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിന് മേളിൽ റോൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന, ഉരുളുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷനാണ് റോളിംഗ് ഫ്രിക്ഷൻ. സ്ലൈഡ് ചെയ്യുക, നിരങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷനാണ് ഇതാ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഏതായിരിക്കും വലുത്? റോൾ ചെയ്യാൻ എളുപ്പമാണ് ഇല്ലയോ? സ്ലൈഡ് ചെയ്യാനാ പാട്. അപ്പോൾ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ റോളിംഗ് ഫ്രിക്ഷൻ. എപ്പോഴും സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആയിരിക്കും കൂടുതൽ ഇല്ലയോ? ഒരു ബുക്ക് എടുത്തുകൊണ്ട് നിരക്കി വിട്ടെ, അതൊരു പന്ത് ഉരുട്ടി വിട്ടെ, ഏതാ കൂടുതൽ ദൂരം പോകുന്നത്? പന്ത എന്ന് പറഞ്ഞാൽ അതിന് എന്തില്ല? ഫ്രിക്ഷൻ വളരെ കുറവാണ് ഇല്ലയോ? ബുക്ക് ഉരുട്ടി നിരക്കി വിടുമ്പോൾ ബുക്ക് കൂടുതൽ ദൂരം പോകാത്തത്, അവിടെ ഫ്രിക്ഷൻ കൂടുതലാണ്. കേട്ടോ, അപ്പോൾ ഓർത്തിരുന്നോണം. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, റോളിംഗ് ഫ്രിക്ഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. ആരെ സംബന്ധിച്ച്? സ്ലൈഡിംഗ് ഫ്രിക്ഷനെ അപേക്ഷിച്ച് റോളിംഗ് ഫ്രിക്ഷൻ കുറവായിരിക്കും. ഓക്കെ, പിന്നെ ഇവിടെ ചോദിക്കുന്നുണ്ട്, ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ. ഫ്രിക്ഷൻ നെസസറി ഈവിൾ ആണ് എന്ന് പറഞ്ഞാൽ, നെസസറി എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളതാണ്, ഈവിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പം നെസസറി ഈവിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉപയോഗങ്ങളും എഴുതണം, ദോഷം എഴുതണം. കേട്ടോ, നെസസറി എന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജസ്, ഈവിൾ എന്ന് പറഞ്ഞാൽ ഡിസഡ്വാൻറ്റേജസ്. കേട്ടോ, അപ്പോൾ അഡ്വാൻറ്റേജസ് എന്തൊക്കെ പറയാം? ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് നടക്കാൻ പറ്റുന്നത്, ക്ലൈംബ് ചെയ്യാൻ പറ്റുന്നത്, ഒരു വസ്തുവിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്, വണ്ടിയുടെ ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇതെല്ലാം ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജസാണ്. ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഈ ടയറും റോഡും തമ്മിൽ കണ്ടിന്യൂസ് എന്ത് സംഭവിക്കും? ഉരഞ്ഞുരഞ്ഞ് റോഡ് ടയർ തേഞ്ഞു പോകും. അതിനെ വിളിക്കുന്ന പേരാണ് വിയർ ആൻഡ് ടിയർ ഓഫ് ടയർ. വിയർ ആൻഡ് ടിയർ. കേട്ടോ, വിയർ ആൻഡ് ടിയർ ഓഫ് ടയർ എന്ന് പറഞ്ഞാൽ ടയറിന് തേയ്മാനം സംഭവിക്കും. വിയർ ആൻഡ് ടിയർ ഓഫ് മെഷീനറി പാർട്സ്, നമ്മുടെ ഈ കപ്പി, കിണറ്റിലേക്ക് ഇടുന്ന കപ്പി കുറേ കഴിയുമ്പോൾ തേഞ്ഞു പോകും. ദിസ് ഈസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. കേട്ടോ, അപ്പം വിയർ ആൻഡ് ടിയർ ഓഫ് മെഷീനറി പാർട്സ്. അതെന്താ? കണ്ടിന്യൂസ് ഇങ്ങനെ ഉരഞ്ഞുരഞ്ഞിരിക്കുകയാണെങ്കിൽ അവിടെ ഹീറ്റ് എനർജി ഉണ്ടാവും. അപ്പം നമുക്ക് ഈ ഉണ്ടാകുന്ന കുറച്ച് എനർജി എന്തായിട്ട് നഷ്ടപ്പെടും? ഹീറ്റായിട്ട് നഷ്ടപ്പെടും. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി എന്ത് ചെയ്യും? കുറയും. കേട്ടോ, മെഷീൻ്റെ എഫിഷ്യൻസി കുറയും. അപ്പോൾ ഈ 2-3 കാര്യങ്ങളൂടെ ഓർത്തിരുന്നോണം, അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. കേട്ടോ, അടുത്ത ഞാൻ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യമാണ് മോഷൻ ഓഫ് കാർ ഓൺ എ ലെവൽ റോഡ്. കേട്ടോ, മോഷൻ ഓഫ് കാർ ഓൺ എ ലെവൽ റോഡും മോഷൻ ഓഫ് കാർ ഓൺ എ ബാങ്ക്ഡ് റോഡും. ഫസ്റ്റ്, മോഷൻ ഓഫ് കാർ ഓൺ എ ലെവൽ റോഡ്. കേട്ടോ, മോഷൻ ഓഫ് കാർ ഓൺ എ ലെവൽ റോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ലെവൽ റോഡിൽ, ലെവൽ സർക്കുലർ റോഡ് എന്ന് പറയുന്നത്. കേട്ടോ, ലെവൽ സർക്കുലർ റോഡ്, നേരെ കിടക്കുന്ന ഒരു സർക്കുലർ റോഡ്. കേട്ടോ, ഇങ്ങനെ കിടക്കുന്ന ലെവൽ സർക്കുലർ റോഡിൽ കൂടെ കാറിൻ്റെ മാക്സിമം സ്പീഡ് എത്ര? വിത്തൗട്ട് സ്കിഡ് ചെയ്യാതിരിക്കാനുള്ള മാക്സിമം സ്പീഡ് എത്ര? അപ്പോൾ ശ്രദ്ധിച്ചോണേ, ഞാനൊരു ലെവൽ സർക്കുലർ റോഡ് വരച്ചു. ഈ സർക്കുലർ റോഡിൻ്റെ റേഡിയസ് ഞാൻ 6 എടുത്തു. ഇവിടെ ഒരു കാറ് വരുന്നു. ഈ കാറിൻ്റെ മാസ് m ആണ്. കാർ മൂവ് ചെയ്യുന്ന വെലോസിറ്റി v ആണ്. കണ്ടോ, ഇത് കാറിൻ്റെ 2 ടയറാണ്. ഇപ്പം കാറിൻ്റെ വെയിറ്റ് താപ്പോട്ടല്ലേ? കാറിൻ്റെ വെയിറ്റ് താപ്പോട്ടാ mg അല്ലേ? അപ്പോൾ നോക്കിക്കോണേ, അപ്പോൾ കാറിൻ്റെ വെയിറ്റ് താപ്പോട്ടെ എന്ന് പറഞ്ഞാൽ വെയിറ്റ് കൊടുക്കുന്ന ആരാ? ഈ ടയറുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എർത്ത് തിരിച്ചൊരു ഫോഴ്സ് കൊടുക്കും. ദിസ് ഈസ് നോർമൽ റിയാക്ഷൻ. ഇത് 1ാമത്തെ ടയറിൻ്റെ, ഇത് 2ാമത്തെ ടയറിൻ്റെ ഇല്ലേ? അപ്പോൾ വെയിറ്റ് താപ്പോട്ടാണ്. ആരാ കൊടുക്കുന്ന? ടയർ രണ്ടുമില്ലാണ് താപ്പോട്ട് കൊടുക്കുന്നത്. അപ്പോൾ എർത്ത് തിരിച്ച് ആ ടയറിലോട്ട് എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് കൊടുക്കും, ബൈ ന്യൂട്ടൺസ് തേർഡ് ലോ. അപ്പോൾ അതാണ് നമുക്ക് എന്ത് പറയാം? ഇത് നോർമൽ റിയാക്ഷനാണ്. 1ാമത്തെ ടയറിൻ്റെ നോർമൽ റിയാക്ഷൻ, 2ാമത്തെ ടയറിൽ കൊടുക്കുന്ന നോർമൽ റിയാക്ഷൻ. ഈ വെയിറ്റിനെതിരായിട്ടുള്ള ഈക്വലൻ്റ് ഓപ്പോസിറ്റ്. ഇനി കാർ ഇങ്ങോട്ടല്ലേ തിരിയുന്നത്?
നമ്മളൊരു കാറിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ വണ്ടിയിൽ ഇടത്തോട്ട് തിരിയുവാണെങ്കിൽ അതിലിരിക്കുന്ന യാത്രക്കാരെല്ലാം വലത്തോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത് കേട്ടോ. ഇടത്തോട്ടാണെങ്കിൽ വലത്തോട്ടായിരിക്കും. കാറ് വലത്തോട്ടാണ് തിരിയുന്നതെങ്കിൽ യാത്രക്കാരെല്ലാം എന്ത് ചെയ്യും? ഇടത്തോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ടേൺ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ കാർ ഇങ്ങോട്ടല്ലേ തിരിയുന്നത്? ഈ കാർ ഇങ്ങോട്ടാണ് തിരിയുന്നതെങ്കിൽ കാറിലിരിക്കുന്ന എല്ലാ ആൾക്കാരും എങ്ങോട്ടായിരിക്കും? അങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി. അപ്പോൾ ആ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓപ്പോസിറ്റ് ആണ് ആരാ? ഫ്രിക്ഷൻ. അപ്പോൾ ബോഡി അങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഫ്രിക്ഷൻ. അപ്പോൾ ഒന്നാമത്തെ കാറിലുണ്ടാകുന്ന ഫ്രിക്ഷൻ ഇങ്ങോട്ട് F1, രണ്ടാമത്തെ ടയറിലുണ്ടാകുന്ന ഫ്രിക്ഷൻ F2. എന്തുകൊണ്ട് ഫ്രിക്ഷൻ ഇങ്ങോട്ട് സെൻട്രലോട്ട് വരുന്നു? ഈ ടയറും ബോഡിയും വണ്ടിയെല്ലാം മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി അങ്ങോട്ടാണ്. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ഇനേർഷ്യ കേട്ടോ. ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതിക്കൂടെ? നമ്മൾ മുമ്പ് പഠിച്ചു ലോസ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ വെച്ച് ഫ്രിക്ഷൻ ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. അപ്പോൾ F1 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ R1 ആൻഡ് സെക്കൻഡ് F2 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അതിൻ്റെ നോർമൽ റിയാക്ഷൻ ഓർ F1 is equal to mu R1, F2 is equal to mu R2. ഈ രണ്ട് ഇക്വേഷൻ്റെ കൂട്ടിയിടെ. അപ്പം F1 പ്ലസ് F2 is equal to mu R1 പ്ലസ് mu R2 ഇല്ലയോ? mu കോമൺ എടുക്കാം. mu ഇൻറ്റു R1 പ്ലസ് R2 കേട്ടോ. ഇപ്പം നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് കേട്ടോ. ഈ രണ്ടിനോട് കൂട്ടി എനിക്ക് എഴുതാം R is equal to R1 പ്ലസ് R2. നേരെ ഈക്വലായിട്ട് എന്ത് പോകുന്നുണ്ട്? വെയിറ്റ് പോകുന്നുണ്ട്. അതിന് നേരെ ഈക്വലായിട്ട് എന്ത് പോകുന്നുണ്ട്? വെയിറ്റ് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ടോട്ടൽ ഫ്രിക്ഷൻ F1 പ്ലസ് F2 ആണ് ടോട്ടൽ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇങ്ങനെ എടുക്കാം. ടോട്ടൽ ഫ്രിക്ഷണൽ ഫോഴ്സ് mu ഇൻറ്റു ഈ R1 ആൻഡ് R2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് ഏതാ? mg. അപ്പം എനിക്ക് ഇവിടെ എന്ത് കൊടുക്കാം? mu ഇൻറ്റു mg, ഇക്വേഷൻ നമ്പർ 1 കേട്ടോ. ടോട്ടൽ ഫ്രിക്ഷൻ is equal to mu ഇൻറ്റു mg. അപ്പോൾ ഏതൊരു ഒബ്ജക്റ്റ് സർക്കുലർ പാത്തിൽ തിരിയണമെങ്കിലും അവിടെ എന്ത് വേണം? സെൻട്രിപിറ്റൽ ഫോഴ്സ് വേണം. ഏത് ഒബ്ജക്റ്റ് സർക്കുലർ പാത്തിൽ തിരിയണമെങ്കിലും അവിടെ എന്ത് വേണം? സെൻട്രിപിറ്റൽ ഫോഴ്സ് വേണം. അപ്പോൾ ഈ കാർ ഇങ്ങോട്ട് തിരിയണമെങ്കിൽ ഇതിന് എന്ത് വേണം? സെൻട്രിപിറ്റൽ ഫോഴ്സ് വേണം. ഈ കാറിന് ആവശ്യമായ സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ശ്രദ്ധിച്ചു വേണം. എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ദി ഫ്രിക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ടയർ ആൻഡ് റോഡും ടയറും തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ഈ കാറിന് തിരിയാൻ ആവശ്യമായ സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഓർത്തോണം, ഫ്രിക്ഷണൽ ഫോഴ്സ് പ്രൊവൈഡ്സ് ദി നെസസറി സെൻട്രിപിറ്റൽ ഫോഴ്സ്. അപ്പോൾ എന്തായിരിക്കും കണ്ടീഷൻ? എനിക്ക് നിങ്ങൾക്കൊരു 10 രൂപ തരാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ 10 രൂപയോ 10 രൂപയിൽ കൂടുതലോ ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് തരാൻ പറ്റൂ. ആണ്. അപ്പോൾ ഇവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നേരാ? ഫ്രിക്ഷണൽ ഫോഴ്സാണ്. അപ്പോൾ എന്തുമായിരിക്കും കണ്ടീഷൻ? ഫ്രിക്ഷണൽ ഫോഴ്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇല്ലയോ? ഫ്രിക്ഷണൽ ഫോഴ്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സെൻട്രിപിറ്റൽ ഫോഴ്സ്. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് 10 രൂപ തരണമെങ്കിൽ എൻ്റെ കയ്യിൽ 10 രൂപയോ അതിൽ കൂടുതലോ കാണണം. സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പം സപ്പോസ് സെൻട്രിപിറ്റൽ ഫോഴ്സ് 10 ആണെങ്കിൽ ഫ്രിക്ഷൻ്റെ വാല്യൂ എന്തായിരിക്കണം? 10 അതിൽ കൂടുതലോ ആയിരിക്കണം. അതാണ് ഈ കണ്ടീഷൻ. നമുക്ക് കൊടുത്തേ FR എന്ന് പറയുമ്പോൾ എന്തുവാ? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് എഴുതി വെച്ചിട്ടുണ്ട് mu mg ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വാട്ട് ഇസ് FC? സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കാറിൻ്റെ മാസ്, കാർ മൂവ് ചെയ്യുന്ന വെലോസിറ്റി mv² ബൈ ആ സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് mv² r. ദിസ് ഈസ് എക്സ്പ്രഷൻ ഫോർ സെൻട്രിപിറ്റൽ ഫോഴ്സ്. അപ്പോൾ നമുക്ക് കൊടുക്കാം mv² r. ഒരു ഈക്വൽ സൈൻ ഇവിടെ കിടക്കുന്നത് നോക്കി, ഇതും ഇതിവിടെ ക്യാൻസൽ ആയിപ്പോവും. പിന്നെ നമുക്ക് എന്ത് എഴുതാം? μg ഇല്ലയോ? പിന്നെ നമുക്ക് ഇവിടെ എഴുതാം mu ഇൻറ്റു g ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു v² r or v² ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു mu rg or തിരിച്ചെഴുതാം v² തുറന്നിരിക്കുന്ന mu rg എടുത്തിട്ടില്ലയോ? mu rg or v root of mu rg കേട്ടോ. അപ്പം വെലോസിറ്റി ഒന്നുകിൽ mu rgയെക്കാളും ചെറുതായിരിക്കും, ഇല്ലെങ്കിൽ mu rgയുടെ ഈക്വൽ ആയിരിക്കും.
അപ്പം വി മാക്സിമം എത്ര ആയിരിക്കും? വി മാക്സിമം വെലോസിറ്റി എത്ര ആയിരിക്കും വിത്തൗട്ട് സ്കിഡിങ്? അപ്പം ഇതിൻ്റെ അടുത്ത് എന്തുവാ? ഇതിൻ്റെ വാല്യൂ ഒന്ന് മ്യൂ ആർ ജിയെക്കാളും ചെറുതായിരിക്കും, ഇല്ലെങ്കിൽ മ്യൂ ആർ ജിക്ക് ഈക്വൽ ആയിരിക്കും. സപ്പോസ് റൂട്ട് മ്യൂ ആർ ജിയുടെ വാല്യൂ 10 ആണെങ്കിൽ വിയുടെ വാല്യൂ ഒന്നിൽ 10ൽ കുറവായിരിക്കും, 9, 8, 7 ആയിരിക്കും, ഇല്ലെങ്കിൽ 10ന് ഈക്വൽ ആയിരിക്കും. അപ്പം മാക്സിമം വാല്യൂ എത്ര? ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ ആർ ജി, അല്ലെങ്കിൽ വിയുടെ വാല്യൂ ഇതിനേക്കാളും കുറവായിരിക്കും. അപ്പം വിക്ക് മാക്സിമം വരാൻ പറ്റുന്ന വാല്യൂ ഏതാ? മ്യൂ ആർ ജിക്ക് ഈക്വൽ ആയിരിക്കും. ദിസ് ഈസ് ദ മാക്സിമം സേഫസ്റ്റ് സ്പീഡ് ഓൺ എ ലെവൽ റോഡ് കേട്ടോ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഫ്രിക്ഷൻ കൊടുക്കുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നവരാ? ഫ്രിക്ഷൻ. ആരൊക്കെ തമ്മിലുള്ള ഫ്രിക്ഷൻ? റോഡും ടയറും തമ്മിലുള്ള ഫ്രിക്ഷൻ. അപ്പോൾ മുമ്പ് നമ്മൾ പറഞ്ഞു ഫ്രിക്ഷൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് വിയർ ആൻഡ് ടിയർ ഓഫ് ടയർ. ടയറിന് വിയർ ആൻഡ് ടിയർ സംഭവിക്കും, ഈ സാധനം തേഞ്ഞ് പോകും. അപ്പം ടയർ തേയരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അറിയോ? ഈ റോഡിൻ്റെ ഔട്ടർ സൈഡ് അല്പം ഒന്ന് ഉയർത്ത് കേട്ടോ. ഔട്ടർ അല്പം ഒന്ന് ഉയർത്തി ആ റോഡൊന്ന് പണി. അങ്ങനെയുള്ള റോഡുകളെ വിളിക്കുന്ന പേരാണ് ബാങ്ക്ഡ് റോഡ് കേട്ടോ. ഔട്ടർ സർഫസ് അല്പം ഉയർത്തി പണിയുന്ന റോഡുകളെ വിളിക്കുന്ന പേരാണ് ബാങ്ക്ഡ് റോഡ്. അപ്പോൾ ബാങ്ക്ഡ് റോഡിൽ മാക്സിമം സ്പീഡ് എത്ര? അടുത്ത ഡെറിവേഷൻ. അപ്പം ബാങ്ക്ഡ് റോഡ് എന്ന് പറഞ്ഞാൽ ഒരു റോഡിൻ്റെ ഔട്ടർ സർഫസ് ഇങ്ങനെ ഇരിക്കുക, ഇതാണ് ഔട്ടർ സർഫസ് അല്പം ഒന്ന് ഉയർത്തി പണി. ദാറ്റ് ഈസ് കാൾഡ് ബാങ്ക്ഡ് റോഡ് കേട്ടോ. അപ്പോൾ ഈ ഉയർത്തിക്കുന്ന ഈ ആംഗിളാണ് ഏതാ? ആംഗിൾ ഓഫ് ബാങ്കിങ് കേട്ടോ. അപ്പോൾ അവിടുത്തെ മാക്സിമം സേഫസ്റ്റ് സ്പീഡ് എത്ര? അപ്പോൾ ദിസ് ഈസ് ദ ബാങ്ക്ഡ് റോഡ്, ദിസ് ഈസ് ദ ആംഗിൾ തീറ്റ കേട്ടോ, തീറ്റ. അപ്പം നോക്കിക്കോണം, ഇവിടെ ഒരു കാറ് വരുന്നു. കാറിൻ്റെ വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവേഴ്സ്, W = M × G ഇല്ലയോ? ഇതിന് നോർമലായിട്ട് കിട്ടുന്ന ഏതാ? നോർമൽ റിയാക്ഷൻ ഇല്ലയോ? കാറിൻ്റെ നോർമൽ, ഇപ്പം കാറിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരുന്നത്. കാറിൻ്റെ നോർമൽ റിയാക്ഷൻ 6. ഓക്കെ. ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും? ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ആംഗിൾ ഓഫ് ബാങ്കിങ് തീറ്റ. ഫ്രിക്ഷൻ ഈസ് ടുവേഴ്സ് ദി ഇൻക്ലിനേഷൻ കേട്ടോ. ഇങ്ങോട്ടായിരിക്കും ഫ്രിക്ഷൻ വരുന്നത് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇത് തീറ്റയാണെങ്കിൽ ഇത് എന്ത് തന്നെ ആയിരിക്കും? തീറ്റ ആയിരിക്കും. ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് തീറ്റയായിട്ട് വരും കേട്ടോ. നോർമൽ റിയാക്ഷൻ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇത് തീറ്റയാണെങ്കിൽ ഇത് എന്താ? തീറ്റയായിരിക്കും. ഇങ്ങോട്ട് ഏത് ഫോഴ്സ് ഉണ്ട്? ഇങ്ങോട്ട് സെൻട്രിപിറ്റൽ ഫോഴ്സ് Fc = mv²/r എന്ന് പറഞ്ഞ ടേം ഉണ്ട്. mv²/r എന്ന് പറഞ്ഞ ടേം ഉണ്ട്. അപ്പോൾ ഈ ഫിഗർ ഭംഗിയായിട്ട് പഠിച്ചോണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ ആറിനെ നമ്മൾ 2 കമ്പോണൻ്റായിട്ട് റിസോൾവ് ചെയ്യും. ഒരു കമ്പോണൻ്റ് ഇങ്ങോട്ടും ഒരു കമ്പോണൻ്റ് ഇങ്ങോട്ടും. ഇങ്ങോട്ടുള്ള കമ്പോണൻ്റ് ഏതാ? തീറ്റയ്ക്ക് അടുത്തുള്ളതുകൊണ്ട് ആ വെക്ടറിൻ്റെ കോസ് കമ്പോണൻറ്റും ഇത് ആ വെക്ടറിൻ്റെ സൈൻ കമ്പോണൻറ്റും. ഇതിലെ ഫ്രിക്ഷണൽ കമ്പോണൻറ്റ് ഇതിനെ ഞാൻ 2ആയിട്ട് റിസോൾവ് ചെയ്യും. ഒന്ന് ഇങ്ങോട്ടും റിസോൾവ് ചെയ്യും, ഒന്ന് താപ്പോട്ടും റിസോൾവ് ചെയ്യും. തീറ്റയ്ക്ക് അടുത്തുള്ളത് എഫിൻ്റെ കോസ് കമ്പോണൻറ്റും തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് എഫിൻ്റെ സൈൻ കമ്പോണൻറ്റും കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നോണം. എങ്കിൽ അടുത്ത നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ ചോദിക്കുക ഇത് ഫിഗർ ആദ്യം ഭംഗിയായിട്ട് പഠിച്ചോണം. ഫിഗർ മാത്രം വരയ്ക്കാൻ ചോദിക്കും. 2 ഇതിൽ ആക്ട് ചെയ്യുന്ന വേരിയസ് ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. ഏതൊക്കെയാണ്? ഒന്ന് സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇല്ലയോ? പിന്നെ കാറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ്? കാറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് വെയിറ്റ്, 2 നോർമൽ റിയാക്ഷൻ. അതിനെ 2 കമ്പോണൻ്റായിട്ട് റിസോൾവ് ചെയ്തു. 2 കമ്പോണൻ്റ് റിസോൾവ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് വെർട്ടിക്കൽ കമ്പോണൻ്റ് R cos θ, ഹൊറിസോണൽ കമ്പോണൻ്റ് R sin θ. ഫ്രിക്ഷൻ ഉണ്ട് ടുവേഴ്സ് ദി ഇൻക്ലിനേഷൻ. ആ ഇൻക്ലിനേഷനിലേക്കായിരിക്കും ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത്. അതിനെ 2ആയിട്ട് റിസോൾവ് ചെയ്യും. ഒന്നെന്ന് പറഞ്ഞാൽ F cos θ ഹൊറിസോണ്ടലും F sin θ വെർട്ടിക്കൽ ഡൗൺവേഴ്സും കേട്ടോ. F sin θ. അപ്പം മാക്സിമം സേഫസ്റ്റ് സ്പീഡ് കാണാൻ വേണ്ടി ഒന്നുമില്ല. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ നമ്മൾ ഇക്വേറ്റ് ചെയ്താൽ മതി കേട്ടോ. ആദ്യം മുകളിലോട്ടുള്ള ഫോഴ്സ് = താപ്പോട്ടുള്ള ഫോഴ്സ് ബാലൻസ്ഡ് ആയിരിക്കും. മുകളിലോട്ടുള്ള ഫോഴ്സ് ഏതാടേ? R cos θ = താപ്പോട്ടുള്ള ഫോഴ്സ് ഏതാ? F sin θ പ്ലസ് mg. ഓർ mg മാത്രം ഇവിടെ നിർത്തിയേ. mg മാത്രം ഇവിടെ നിർത്തുവാണെങ്കിൽ ഇവിടെ എന്ത് വരും? R cos θ ഇതിങ്ങ് ഇപ്പുറത്ത് വരുമ്പോൾ -F sin θ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അടുത്ത ഇടത്തോട്ടുള്ള ഫോഴ്സുകൾ = വലത്തോട്ടുള്ള ഫോഴ്സുകൾ. അപ്പോൾ വലത്തോട്ടുള്ള ഫോഴ്സ് ഏതാ? mv²/r mv²/r = ഇടത്തോട്ടുള്ള ഫോഴ്സുകൾ ഏതാ? ഈ 2 ഏതൊക്കെയാ?
ആർ സൈൻ തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ. നമുക്ക് എന്തോ കണ്ടുപിടിക്കേണ്ടത്? മാക്സിമം സ്പീഡ് ഈ വി ആ കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. നമുക്ക് ഈ വി ആ കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? വി കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് ഈ ഇക്വേഷൻ നമ്പർ 2-നെ ഇക്വേഷൻ നമ്പർ 1 എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യും. അപ്പോൾ വി അങ്ങ് മേളിൽ കിട്ടുമല്ലോ. അപ്പോൾ എന്തുവാ 2 എന്ന് പറയുമ്പോൾ എന്തുവാ? mv²/r ഹോൾ ഡിവൈഡ് ബൈ mg ഈക്വൽ ടു r സൈൻ തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ ഹോൾ ഡിവൈഡ് ബൈ ഇതാണ് ഈ സാധനം r കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ. ഇത് എമ്മും എമ്മൂടെ ക്യാൻസൽ ആയിപ്പോൾ ജി അങ്ങ് മേളിപ്പം. അപ്പം v²/r × g ഈക്വൽ ടു കേട്ടോ. റൈറ്റ് സൈഡിലെ ഓരോ ടേമിനെ അതായത് ഈ ടേം കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ആർ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടും ആർ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടും ആർ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടും ആർ കോസ് തീറ്റ കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഓരോ ടേമിനെ ആർ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലയോ. ഇവിടെ ആറും ആറോടെ ക്യാൻസൽ ഇപ്പം സൈൻ ബൈ കോസ് ടാൻ തീറ്റ പ്ലസ് ഇവിടെ കോസും കോസോടെ ക്യാൻസൽ ആയപ്പോൾ f/r എന്ന് വരും. f/r എന്താണ് f/r? നമുക്കറിയാം ഫ്രിക്ഷണൽ ഫോഴ്സ് ഈക്വൽ ടു μ × r. therefore f/r ഈക്വൽ ടു μ എന്ന് നമുക്കറിയാം കേട്ടോ. അപ്പോൾ ഇവിടെ f/r വരും. അവിടെ നമ്മൾ μ എന്ന് കൊടുക്കും. ഡിവൈഡ് ബൈ ഇവിടെ ആറും ആറും ക്യാൻസൽ ആയപ്പോൾ കോസും കോസോടെ ക്യാൻസൽ ആയപ്പോൾ 1 മൈനസ് ഇവിടെ f/r എന്ന് പറയുമ്പോൾ μ സൈൻ ബൈ കോസ് എന്ന് പറയുമ്പോൾ ടാൻ തീറ്റ. ഇത്രയേ ഉള്ളൂ. therefore v² ഈക്വൽ ടു rg അങ്ങ് മേപ്പിട്ടു. rg × μ പ്ലസ് ടാൻ തീറ്റ എന്ന് എഴുതാമല്ലോ. μ പ്ലസ് ടാൻ തീറ്റ ഹോൾ ഡിവൈഡ് ബൈ 1 മൈനസ് μ ടാൻ തീറ്റ. ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ഇതിനകത്ത് വേണമെങ്കിൽ ഒരു കാര്യം ഇവിടെ ചെയ്യാം. therefore v ഈക്വൽ ടു root of rg × μ plus tan theta divided by 1 minus mu tan theta. This is the maximum speed on a banked road with considering the friction. അപ്പോൾ ഇവിടെ വീണ്ടും ചോദിക്കും ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യാതെ മാക്സിമം സ്പീഡ് എത്ര? അപ്പം ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യാതെ മാക്സിമം സ്പീഡ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയോ? മുകളിലോട്ടുള്ള ഫോഴ്സ് ഈക്വൽ ടു താഴോട്ടുള്ള ഫോഴ്സ് ഏതാ? mg ഇല്ലയോ? മുകളിലോട്ടത് r cos തീറ്റ ഈക്വൽ ടു mg. ഇടത്തോട്ടുള്ള ഫോഴ്സും വലത്തോട്ടുള്ളത് ഏതാ? mv²/r ഈക്വൽ ടു ഇടത്തോട്ടുള്ളത് r സൈൻ തീറ്റ. ഇത് 1 ഇത് 2 2/1 ആകുമ്പോൾ ലെഫ്റ്റ് ഡിവൈഡ് ബൈ റൈറ്റ്. mv²/r ഹോൾ ഡിവൈഡ് ബൈ mg ഈക്വൽ ടു ഇവിടെ r സൈൻ തീറ്റ ഡിവൈഡ് ബൈ r കോസ് തീറ്റ. എമ്മൂടെ ക്യാൻസൽ ആയപ്പോൾ ഇവിടെ v²/r × g ഈക്വൽ ടു ആറും ആറോടെ ക്യാൻസൽ ആയപ്പോൾ സൈൻ ബൈ കോസ് ടാൻ തീറ്റ ഓർ v² ഈക്വൽ ടു ഇത് അവിടെ പോകും rg ടാൻ തീറ്റ or v is equal to root of rg tan theta. കണ്ടോ? അപ്പോൾ ഇതേ ഇക്വേഷൻ തന്നെയാണ്. ഇവിടെ നിങ്ങൾ മ്യൂന് അങ്ങ് 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ കിട്ടും കേട്ടോ. ഇവിടെ ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യാതെ മാക്സിമം സ്പീഡ് കണ്ടു. ഇവിടെ ഫ്രിക്ഷൻ വെച്ച് മാക്സിമം സ്പീഡ് കണ്ടു. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നോക്കാം. ഒന്നാമത്തെ ദി സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് സർക്കുലർ മോഷൻ ഓഫ് എ കാർ ഓൺ എ ലെവൽ റോഡ് ബാങ്ക്ഡ് റോഡ് അവർ തന്നിട്ടുണ്ട്. എന്നിട്ട് അവർ ചോദിച്ചിട്ടുണ്ട് if is a centripetal force provided by the horizontal component of n and f എങ്കിൽ arrive the expression for maximum speed കേട്ടോ. അപ്പോൾ അവിടെ ഫ്രിക്ഷൻ ഇവിടെ നോക്കിയാൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്ന ആരാ? അത് നിങ്ങൾ ആ ഫിഗർ നോക്കി. സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ഇങ്ങോട്ടുള്ള കമ്പോണന്റുകൾ ഏതൊക്കെയാ? ഇങ്ങോട്ടുള്ള കമ്പോണന്റിലാകുമ്പോൾ n cos θ പിന്നെ ഏതാ? f
അങ്ങനെ ഇവിടെ ഫ്രിക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഏതറിയോ? സെൻട്രിപിറ്റൽ ഫോഴ്സ് അങ്ങോട്ട് അതിന് ഈക്വൽ ആയിട്ടുള്ള കമ്പോണന്റ് ഏതാ? ഒന്ന് എഫ് കോസ് തീറ്റ, ഒന്ന് ആർ സൈൻ തീറ്റ കേട്ടോ. ഇവിടെ ഓർത്തിരുന്നോണം. നോർമൽ കമ്പോണന്റ്, നോർമൽ എന്ന് പറയുന്നത് നോർമലിൻ്റെ ഏത് കമ്പോണന്റ്? സൈൻ കമ്പോണന്റ്. ഫ്രിക്ഷൻ്റെ കോസ് കമ്പോണന്റ്. ഈ രണ്ട് കമ്പോണന്റാണ് ഇവിടെ എന്ത് പ്രൊവൈഡ് ചെയ്തത്? സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. മറ്റടുത്ത് ആരായിരുന്നു? ഫ്രിക്ഷൻ ആയിരുന്നു കൊണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ മെയിൻലി പ്രൊവൈഡ് ചെയ്തത് ഈ ആർ സൈൻ തീറ്റ കേട്ടോ. അപ്പോൾ അതാണ് അവിടെ. അങ്ങനെയാണ് മാക്സിമം സേഫ് സ്പീഡ് ഡിറൈവ് ചെയ്യുക. നമ്മൾ ചെയ്തായിരുന്നല്ലോ. എന്നിട്ട് ദി ഒപ്റ്റിമം സ്പീഡ് ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് റോഡ് ടു അവോയ്ഡ് വിയർ ആൻഡ് ടിയർ. വിയർ ആൻഡ് ടിയർ അവോയ്ഡ് ചെയ്ത് മാക്സിമം സ്പീഡ് എത്ര? വിയർ ആൻഡ് ടിയർ അവോയ്ഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്ത് അവോയ്ഡ് ചെയ്യുക? ഫ്രിക്ഷൻ അവോയ്ഡ് ചെയ്യുന്ന ഇക്വേഷനാണ് എഴുതേണ്ടത്. അപ്പോൾ ഏതാ? വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ കേട്ടോ. ആർ ജി ടാൻ തീറ്റ. തൊട്ട് മുമ്പിൽ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ഡ്രൈവ്സ് എ കാർ അലോങ് എ സർക്കുലർ ട്രാക്ക് ഓൺ എ ലെവൽ റോഡ്. ഡ്രൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി മാക്സിമം സേഫ് സ്പീഡ്. അറിയാം. വൈ ഡു വി ഗീവ് ബാങ്കിങ് ടു എ കർവ്ഡ് റോഡ്? കർവ്ഡ് റോഡിന് എന്തുകൊണ്ടാണ് ബാങ്കിങ് കൊടുക്കുന്നത്? അപ്പോൾ ഓർത്തോണം, ലെവൽ റോഡ് ആണെങ്കിൽ ഫ്രിക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, ഫ്രിക്ഷൻ സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്ന ആരാ? ഫ്രിക്ഷണൽ ഫോഴ്സാണ്. അതിൻ്റെ ഫലമായിട്ട് ടയർ എന്ത് സംഭവിക്കും? വിയർ ആൻഡ് ടിയർ, തേഞ്ഞു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് റോഡിൻ്റെ ഔട്ടർ സർഫസ് എന്ത് ചെയ്യുന്നത്? അല്പം ഉയർത്തി പണിയുന്നത് കേട്ടോ. അടുത്ത, സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസിഡറേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ആൻഡ് പ്രൂവ് ഇറ്റ് ഓൺ ദി ബേസ് ഓഫ് സെക്കൻഡ് ലോ. ഇപ്പോൾ സെക്കൻഡ് ലോ വെച്ച് ലീനിയർ മൊമെൻറ്റം സ്റ്റേറ്റ് ചെയ്യുക, അതിന് പ്രൂവ് ചെയ്യുക. നമുക്കറിയാലോ, ടോട്ടൽ മൊമെൻറ്റം റിമെയിൻസ് കോൺസ്റ്റന്റ് ഇൻ ദി ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്. എന്നിട്ട് അതിൻ്റെ പ്രൂവ്മെൻറ്റ് ചെയ്യുക. അടുത്ത, സ്റ്റേറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ആൻഡ് അറൈവ് വിത്ത് ദി ഇക്വേഷൻ ഓഫ് ഫോഴ്സ്. അറിയാലോ, എഫ് ഇസ് ഈക്വൽ ടു എം എ ഡിറൈവ് ചെയ്യാൻ വേണ്ടി കേട്ടോ. അടുത്ത, ഫ്രിക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ ഫോഴ്സ് വിച്ച് ഓപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ടു സർഫസസ് കോണ്ടാക്ട്. ഓക്കെ. എങ്കിലും അവർ ചോദിച്ചിരിക്കുന്നത് ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ. എക്സ്പ്ലെയിൻ. നെസസറി എന്ന് പറയുമ്പോൾ അഡ്വാൻറ്റേജ് എഴുതണം, ഈവിൾ എന്ന് പറയുമ്പോൾ ഡിസഡ്വാൻറ്റേജ് എഴുതണം. അതിൽ ആ വർഷം തന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് മീൻ ബൈ ബാങ്കിങ് ഓഫ് റോഡ്. അതുപോലെ ഒപ്റ്റെയിൻ ദി എക്സ്പ്രഷൻ ഫോർ മാക്സിമം സ്പീഡ് ഓഫ് എ കാർ ഓൺ എ റോഡ് വിത്തൗട്ട് കൺസിഡറിങ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യാതെ ബാങ്ക്ഡ് റോഡിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്ന ഡെറിവേഷൻ കേട്ടോ. എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എ സർക്കുലർ റേസ് ട്രാക്ക് ഓഫ് റേഡിയസ് 300 മീറ്റർ. ഇപ്പോൾ ഒരു സർക്കുലർ റേസ് ട്രാക്കിൻ്റെ റേഡിയസ് എത്ര തന്നിട്ടുണ്ട്? 300 മീറ്റർ ആണ്. ദി സർക്കുലർ ട്രാക്ക് ഓഫ് റേഡിയസ് 300 മീറ്റർ. റേഡിയസ് 300 മീറ്റർ ആണ്. റേഡിയസ് 300 മീറ്റർ ആണ്. ഇസ് ബാങ്ക്ഡ് അറ്റ് ആൻ ആംഗിൾ. ബാങ്ക് ചെയ്തേക്കുന്ന ആംഗിൾ എത്ര? 15 ഡിഗ്രി ആണ്. ദി കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദി വീൽ ഓഫ് എ റേസ് കാർ ആൻഡ് ദി റോഡ് ഈസ്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ. മ്യൂ എത്ര തന്നിട്ടുണ്ട്? മ്യൂ ഇസ് ഈക്വൽ ടു 0.2. 0.2 ആണ് തന്നിട്ടുണ്ട്. എങ്കിലും അവർ ചോദിച്ചേക്കുന്നത് ദി ഒപ്റ്റിമം സേഫ് സ്പീഡ് ഓഫ് എ കാർ ടു അവോയ്ഡ് വിയർ ആൻഡ് ടിയർ. വിയർ ആൻഡ് ടിയർ അവോയ്ഡ് ചെയ്താൽ വാട്ട് ഇസ് എ മാക്സിമം സ്പീഡ്? അപ്പോൾ ഇക്വേഷൻ ഏതാ? വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ. ഇല്ലയോ? റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ. എല്ലാം തന്നിട്ടില്ലയോ? ആർ റേഡിയസ് തന്നിട്ടുണ്ട്, ജി 9.8, ടാൻ തീറ്റ എല്ലാം തന്നിട്ടുണ്ട്. ഓക്കെ. ഇതിനകത്ത് എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അത് ആ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചു, ആ വർഷം തന്നെ ചോദിച്ചാൽ അടുത്ത ക്വസ്റ്റ്യൻ, മാക്സിമം പെർമിസിബിൾ സ്പീഡ് ടു അവോയ്ഡ് സ്ലിപ്പിംഗ്. സ്ലിപ്പിംഗ് അവോയ്ഡ് ചെയ്യാനുള്ള മാക്സിമം സ്പീഡ്. അപ്പോൾ അവിടെ ഫ്രിക്ഷൻ അവോയ്ഡ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. ഫ്രിക്ഷൻ അവോയ്ഡ് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ ഒന്നിൽ ഫ്രിക്ഷൻ ഇല്ലാതെയെന്നോ അല്ലെങ്കിൽ വിയർ ആൻഡ് ടിയർ ഒഴിവാക്കിയോ എന്നൊരു ടൈം അവിടെ വന്നേനെ. വിത്തൗട്ട് വിയർ ആൻഡ് ടിയർ എന്ന് പറഞ്ഞ ടൈം വന്നേനെ. രണ്ടും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജനറൽ ഇക്വേഷൻ എഴുതേണ്ടത്. ജനറൽ ഇക്വേഷൻ എന്തോ ഒരു ബാങ്ക്ഡ് റോഡിൻ്റെ വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു 1 മ്യൂ പ്ലസ് ടാൻ തീറ്റ. ഇല്ലയോ? മ്യൂ പ്ലസ് ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. ഇതിനകത്ത് കൊടുക്കണം കേട്ടോ. മ്യൂ പ്ലസ് എല്ലാം തന്നിട്ടില്ലേ? ആർ ജി മ്യൂ ടാൻ തീറ്റ എല്ലാം തന്നിട്ടുണ്ട്. ഇതിനകത്ത് കൊടുത്ത് ആൻസർ എഴുതുക. വെരി സിമ്പിൾ പ്രോബ്ലംസ് അല്ല. ജസ്റ്റ് എന്തുവാ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മാത്രം മതി. ഈ രണ്ട് ഇക്വേഷൻസ് ഭംഗിയായിട്ട് പഠിച്ചു വെക്കുക. 3 ഇക്വേഷൻ. ലെവൽ റോഡിൻ്റെ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ബാങ്ക്ഡ് റോഡിൻ്റെ 2 ഇക്വേഷൻ. ഒന്നേതാ? ഫ്രിക്ഷൻ ഉള്ള ഇക്വേഷനും ഫ്രിക്ഷൻ ഇല്ലാത്ത ഇക്വേഷനും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. സ്റ്റേറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ഓക്കെ. യൂസിങ് ദി എബോ ലോ എക്സ്പ്ലെയിൻ ഇമ്പൾസ് മൊമെൻറ്റം തിയറം. നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്.
ലോയർ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. അപ്പം ന്യൂട്ടൺ സെക്കൻഡ് ലോ വെച്ച് ലോയർ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ത് ചെയ്യുക, പ്രൂവ് ചെയ്യും. അടുത്ത എ സർക്കുലർ റേസ് ട്രാക്ക് ഓഫ് റേഡിയസ് എത്ര തന്നിട്ടുണ്ട്, 400 മീറ്റർ ആണ് തന്നിട്ടുണ്ട്, 400 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. വിത്ത് ഔട്ടർ എഡ്ജസ് റൈറ്റ്സ്ഡ് ടു മേക്ക് 5 ഡിഗ്രി വിത്ത് ദി ഹൊറിസോണ്ടൽ. അല്ലേ, ഔട്ടർ എഡ്ജ് ഹൊറിസോണ്ടലുമായിട്ട് എത്ര ഡിഗ്രി, 5 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ, ആംഗിൾ ഓഫ് ബാങ്കിങ് തന്നിട്ടുണ്ട് 5 ഡിഗ്രി. വാട്ട് ഡു യു കോൾ ദിസ് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ട്രാക്ക്? ഈ ടൈപ്പ് കൺസ്ട്രക്ഷനെ വിളിക്കുന്ന പേരെന്താ, ബാങ്കിങ്. ഒബ്റ്റെയിൻ ദി എക്സ്പ്രഷൻ ഫോർ മാക്സിമം പെർമിസിബിൾ സ്പീഡ് കൺസിഡറിങ് ദി ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ കൺസിഡർ ചെയ്ത് മാക്സിമം സ്പീഡ് കണക്കാക്കുക. കാൽക്കുലേറ്റ് ദി മാക്സിമം പെർമിസിബിൾ സ്പീഡ് ഓഫ് എ കാർ ഇഫ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് 0.2. പണ്ട് മാക്സിമം സ്പീഡ് ആണോ തന്നിട്ടുണ്ട്, ഇവിടെ ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യുന്ന ഇക്വേഷൻ്റെ കേസാണ് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വിത്തൗട്ട് അവോയ്ഡിങ് ഫ്രിക്ഷൻ അല്ല, കൺസിഡറിങ് ദി ഫ്രിക്ഷൻ എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫ്രിക്ഷനുള്ള ഇക്വേഷൻ വെച്ച് ചെയ്യുക കേട്ടോ. And according to Newton's law of motion, the force depends on the rate of change of momentum. Name the law that helps to measure force. Force measure ചെയ്യാൻ സഹായിക്കുന്ന ലോ ഏതാ, സെക്കൻഡ് ലോ, dp/dt is equal to F or F is equal to ma. Okay. The outer side of a race track of radius 200 meter is raised to make an angle of 50 degree with the horizontal. 50 degree with the horizontal. Which force provides the necessary centripetal force for a car taking the circular track? കേട്ടോ, അപ്പോൾ ഏത് കമ്പോണൻ്റാണ് അവിടെ സർക്കുലർ ട്രാക്കിന് സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്? അപ്പോൾ ഏത് കമ്പോണൻ്റാണ്? നോർമൽ കമ്പോണൻ്റ് ഓഫ് ഫോഴ്സും ഉണ്ട്, എന്ന് പറയുക ഫ്രിക്ഷണൽ ഫോഴ്സും ഉണ്ട്. നോർമൽ മറ്റേ ഏതാ, നോർമൽ കമ്പോണൻ്റ് ഉണ്ട്, ഫ്രിക്ഷൻ്റെ കമ്പോണൻ്റ്. നമ്മൾ പടം വരച്ചപ്പോൾ കാണിച്ചായിരുന്നല്ലോ, ആ രണ്ട് കാര്യങ്ങളൊന്ന് ഓർത്തിരുന്നോ. അടുത്ത നെയിം ദി, അതിൻ്റെ ക്വസ്റ്റിൻ്റെ കൂടെ തന്നെ നെയിം ദി പ്രോസസ് ബൈ വിച്ച് ദി ഔട്ടർ സൈഡ് ഓഫ് എ കർവ്ഡ് ട്രാക്ക് ഇസ് റേസ്ഡ് എ ലിറ്റിൽ എബോവ് ദി ഇന്നർ സൈഡ്. ആംഗിൾ ഇല്ലയോ, ബാങ്കിങ് ഓഫ് റോഡ്. യൂസിങ് ദി ഡേറ്റ പ്രൊവൈഡ് ഇൻ ദിസ് കേസ് ഡിറ്റർമിൻ ദി മാക്സിമം പെർമിസിബിൾ സ്പീഡ് ടു അവോയ്ഡ് സ്കിഡിങ്. ഈ തന്നേക്കുന്ന ഡീറ്റെയിൽസ് വെച്ച് മാക്സിമം സ്പീഡ് കണക്കാക്കുക. ഒരു ബ്രാക്കറ്റിൽ എന്ത് തന്നിട്ടുണ്ട്, μ 0.25 തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാം. അപ്പം പ്രോബ്ലം ഒന്നുമില്ല, ഈ 3 ഇക്വേഷൻ പഠിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ഓർക്കേണ്ടത് വിത്തൗട്ട് അവോയ്ഡിങ് ഫ്രിക്ഷൻ എന്നോ അല്ലെങ്കിൽ വിത്തൗട്ട് അവോയ്ഡിങ് വിയർ ആൻഡ് ടിയർ എന്നോ ഉണ്ടെങ്കിൽ ഏത് ഇക്വേഷൻ ഉപയോഗിക്കുക, ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. അതില്ല എങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ നിന്നുള്ളത്. ഓക്കെ.